ഹായ് എവരിവൺ, ആസ്ട്രോബുക്ക് ഡിജിറ്റൽ അക്കാദമിയുടെ 4 മന്ത് ഗ്രാഫിക് ഡിസൈൻ കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഗ്രാഫിക് ഡിസൈനിൻ്റെ ഒരു ഓവർവ്യൂവിനെ കുറിച്ചാണ്. ഗ്രാഫിക് ഡിസൈൻ ആർക്കെല്ലാം പഠിക്കാൻ, അത് ഏതൊക്കെ മേഖലയിലാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഗ്രാഫിക് ഡിസൈൻ പഠിക്കാം. ഇനി ഏതൊക്കെ മേഖലയിലാണ് ഗ്രാഫിക് ഡിസൈൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പൊതുവായി കാണപ്പെടുന്നത് അഡ്വർടൈസിംഗ് മേഖലയിലാണ്. അഡ്വർടൈസിംഗിൽ തന്നെ 4 ടൈപ്സ് ഉണ്ട്. 1 വീഡിയോ, 2 ഓഡിയോ, 3 ഓൺലൈൻ, 4 പ്രിന്റിംഗ്. അതിൽ ഒന്നാമത്തത് വീഡിയോ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം, യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയുടെ തൊട്ട് മുമ്പുണ്ടാകുന്ന ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് വീഡിയോ, അതിനെയാണ് വീഡിയോ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓഡിയോ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, അനൗൺസ്മെന്റ് ആൻഡ് റേഡിയോ പോലത്തെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ചെയ്യുന്നതാണ് ഓഡിയോ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഓൺലൈൻ വഴിയുള്ള അഡ്വർടൈസിംഗ് ചെയ്യുന്നതാണ്. ഉദാഹരണം, സോഷ്യൽ മീഡിയ ആൻഡ് വെബ്സൈറ്റുകളിൽ കാണുന്ന ഓഫറുകളുടെയും പ്രൊഡക്റ്റിൻ്റെയും ഒക്കെ പരസ്യങ്ങൾ. നാലാമത്തേത് പ്രിന്റിംഗ്. ഉദാഹരണം, ഫ്ലെക്സ് ആൻഡ് ബാനേഴ്സ് ആൻഡ് ഫ്ലയേഴ്സ്. പ്രിന്റിങ്ങിൽ തന്നെ പല ടൈപ്പ് പ്രിന്റിങ്ങുകളുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. 1 ഡിജിറ്റൽ പ്രിന്റിംഗ്, 2 ലേസർ പ്രിന്റിംഗ്, 3 ഓഫ്സെറ്റ് പ്രിന്റിംഗ്, 4 സ്ക്രീൻ പ്രിന്റിംഗ്, 5 സപ്ലിമേഷൻ പ്രിന്റിംഗ്. ഇനി ഈ 5 പ്രിന്റിങ്ങിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തേത് ഡിജിറ്റൽ പ്രിന്റിങ്ങിന്റെ എക്സാമ്പിൾസ്. 1 ഫ്ലെക്സ്, 2 ബാനർ, 3 വിനൈൽ സ്റ്റിക്കർ. ഇതിന്റെ ബാക്ക് വശത്ത് പശയുണ്ടാകും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 4 വൺ വേ വിഷൻ എന്ന് പറഞ്ഞാൽ റോഡ് അരികിലുള്ള ഷോപ്പിന്റെ, ഓഫീസിന്റെ ഒക്കെ ഗ്ലാസ് ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. ഇതിന്റെ ഉപയോഗം എന്തെന്നാൽ, ഓഫീസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തുള്ളവർക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഓഫീസിൽ ഉള്ളിലുള്ളവർക്ക് പുറത്തുള്ള കാര്യങ്ങൾ കാണാനും സാധിക്കും. രണ്ടാമത്തേത് ലേസർ പ്രിന്റിങ്ങിന്റെ എക്സാമ്പിൾസ് ആണ്. A3 പ്രിന്റിംഗ് ആൻഡ് A4 പ്രിന്റിംഗ് ആണ്. മൂന്നാമത്തേത് ഓഫ്സെറ്റ് പ്രിന്റിങ്ങിന്റെ എക്സാമ്പിൾസ് ആണ്. ബിസിനസ് കാർഡ്, ബ്രൗഷർ, കാറ്റലോഗ്, ന്യൂസ് പേപ്പർ, ഇതുപോലെയുള്ള ബൾക്കായിട്ടുള്ള പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ്. നാലാമത്തേത് സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ എക്സാമ്പിൾസ് ആണ്. ടീഷർട്ട്, ബാഗ്, ഗ്ലാസ്. അഞ്ചാമത്തേത് സപ്ലിമേഷൻ പ്രിന്റിങ്ങിന്റെ എക്സാമ്പിൾസ്. ടീഷർട്ട്, ID കാർഡ്, കോഫി കപ്പ് പ്രിന്റിംഗ്. സ്ക്രീൻ പ്രിന്റിംഗ് ആൻഡ് സപ്ലിമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, സ്ക്രീൻ പ്രിന്റിംഗിൽ ലിമിറ്റേഷൻ ഉണ്ട് കളറിന്. സപ്ലിമേഷൻ പ്രിന്റിംഗിൽ കളർ ലിമിറ്റേഷൻ ഇല്ല, നമുക്ക് ഏത് കളറും ഉപയോഗിക്കാം. ഇതൊക്കെയാണ് പ്രിന്റിംഗിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.